പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സീറ്റ് വിഭജനം നേരത്തെ പൂർത്തിയാക്കാനാണ് UDFന്റെ തീരുമാനം. ഘടകകക്ഷികളുമായുള്ള കോൺഗ്രസിന്റെ ഉഭയകക്ഷി ചർച്ചകൾ ഉടൻ തന്നെ തുടങ്ങും. ഫെബ്രുവരി ആദ്യവാരം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നറിയുന്നു. ഒരുപക്ഷെ കേരള യാത്രയ്ക്ക് ഒപ്പം തന്നെ ഈ 70 സ്ഥാനാർത്ഥികളെങ്കിലും ഒപ്പം കൂട്ടും. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ അടുത്തയാഴ്ച കേരളത്തിലെത്തും. MP മാർ മത്സരിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. റോഷിപാൽ തന്നെ തുടരുന്നുണ്ട്. റോഷി, വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന്, MP മാർ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. കേരളത്തിലുടൻ എത്തുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി സ്ഥാനാർത്ഥികളുടെ നിർണയത്തിലേക്ക് കടക്കും. 70 സ്ഥാനാർത്ഥികളെങ്കിലും കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ച് VD സതീശന്റെ കേരള യാത്രയുടെ ഭാഗമാക്കാനാണ് നീക്കം നടക്കുന്നത്. 3, ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകളും അതിവേഗത്തിലാക്കാൻ UDF തീരുമാനിക്കുന്നു. മിന്നൽ വേഗത്തിലാണല്ലോ കാര്യങ്ങളുടെ പോക്ക് റോഷി. അരുൺകുമാർ, മിന്നൽ വേഗത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. വയനാട്ടിലെ ക്യാമ്പിന് തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസ് നേതൃത്വം ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകളിലേക്ക് കടക്കുകയാണ്. സീറ്റ് വിഭജനം അതിവേഗത്തിൽ പൂർത്തിയാക്കണം. ഏതാണ്ട് ഈ മാസം 3ാമത്തെ ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കും. അതിനു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഏതാണ്ട് അടുത്തയാഴ്ച സംസ്ഥാനത്ത് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ യോഗം ചേർന്ന ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾക്ക് രൂപം നൽകും. അതിനൊപ്പം മറുഭാഗത്ത് കോൺഗ്രസ് നേതാക്കൾ ഒത്തുചേർന്ന് ഓരോ മണ്ഡലത്തിലെയും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയ്ക്ക് രൂപം നൽകും. അങ്ങനെ പിന്നീട് അങ്ങോട്ട് വിശദമായ ചർച്ചകളാണ്. ഒരു ഭാഗത്ത് ചർച്ചകൾ നടക്കും, മറുഭാഗത്ത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. ഒപ്പം തന്നെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായുള്ള സമരങ്ങൾ നടത്തും. അങ്ങനെ ഇനിയുള്ള ഓരോ ദിവസവും UDFന് നിർണായകമാണ്. ആദ്യം സീറ്റ് വിഭജന ചർച്ച, പിന്നീട് സ്ഥാനാർത്ഥി നിർണയം. ഫെബ്രുവരി ആദ്യവാരം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ആലോചനയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF ചെയർമാൻ നയിക്കുന്ന കേരള യാത്രയിൽ ഓരോ മണ്ഡലത്തിലെത്തുമ്പോഴും അവിടെ സ്ഥാനാർത്ഥികൾ ഒപ്പമുണ്ടാകും, സ്ഥാനാർത്ഥികളെ വേദിയിലെത്തിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി UDF കാണുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെ കണക്കുകൂട്ടുന്നു. വലിയ തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഉദ്യമം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ആദ്യം സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിയത് ഗുണം ചെയ്തു എന്ന വിലയിരുത്തൽ കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥികളെ വിടുക. ആദ്യത്തെ സ്ഥാനാർത്ഥി മണ്ഡലത്തിലെത്തുക അത് UDFൻ്റെതായിരിക്കണം എന്ന ഒരു അഭിപ്രായം അത് കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. ആ സാഹചര്യത്തിലാണ് എല്ലാം വേഗത്തിലാക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ പ്രേക്ഷകർക്ക് തിരിഞ്ഞിട്ടുണ്ടാവും. വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ. 100 ദിവസം മാത്രമേ ഉള്ളൂ. 100 ദിവസം കൊണ്ട് ഇനി ശരിക്കും പറഞ്ഞാൽ നിൽക്കാനുള്ള ഒരു ഇടം പോലുമില്ല. അത്ര വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് മുന്നണികളും നേതാക്കളുമെല്ലാം.